ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോൾഡൻ പി എസ് സി 5000 സബിലെത്തിയിരിക്കുകയാണ്. പുതിയ ഒരു ചാനൽ എന്ന നിലയ്ക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അതിനെല്ലാം സഹകരിച്ച് കൂടെ കട്ട സപ്പോർട്ടായി നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള കാലവും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും കട്ട സപ്പോർട്ടും കൂടെയുണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള പരിസ്ഥിതി എന്ന ടോപ്പിക്കാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിക്കു വേദിയായ നഗരം റിയോ ഡി ജനീറോ 1992. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിക്കു വേദിയായ നഗരം റിയോ ഡി ജനീറോ 1992. എവിടെ നടന്ന ഐക്യരാഷ്ട്ര സംഘടനാ സമ്മേളനത്തിലാണു ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? സ്റ്റോക്ക്ഹോം 1972. എവിടെ നടന്ന ഐക്യരാഷ്ട്ര സംഘടനാ സമ്മേളനത്തിലാണു ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? സ്റ്റോക്ക്ഹോം 1972. ആരുടെ പ്രസംഗത്തെ തുടർന്നാണ് സ്റ്റോക്ക്ഹോമിൽ നടന്ന സമ്മേളനത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഇന്ദിരാഗാന്ധി. ആരുടെ പ്രസംഗത്തെ തുടർന്നാണ് സ്റ്റോക്ക്ഹോമിൽ നടന്ന സമ്മേളനത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഇന്ദിരാഗാന്ധി. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം നടത്തിയ 12 വയസ്സുകാരിയായ കനേഡിയൻ പെൺകുട്ടി സെവസ് കുളീസ് സുസുക്കി. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം നടത്തിയ 12 വയസ്സുകാരിയായ കനേഡിയൻ പെൺകുട്ടി സെവസ് കുളീസ് സുസുക്കി. പരിസ്ഥിതി സംരക്ഷണം മൗലിക കർത്തവ്യമാണെന്നു പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51A. പരിസ്ഥിതി സംരക്ഷണം മൗലിക കർത്തവ്യമാണെന്നു പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51A. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? യൂജിൻ പി ഓഡം. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? റാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? റാംഡിയോ മിശ്ര. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കൾസൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കൾസൺ. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ആര്? ബീർബൽ സാഹ്നി. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ആര്? ബീർബൽ സാഹ്നി. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN ഏജൻസി UNEP. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN ഏജൻസി UNEP. UNEPയുടെ ആസ്ഥാനം നെയ്റോബി. UNEPയുടെ ആസ്ഥാനം നെയ്റോബി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IUCN പ്രസിദ്ധീകരണം
റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IUCN പ്രസിദ്ധീകരണം. റെഡ് ഡാറ്റ ബുക്ക്. ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്. ഹരിതസസ്യങ്ങൾ. ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്. ഹരിതസസ്യങ്ങൾ. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതര വംശനാശ ഭീഷണിയുള്ള ജീവികൾ. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതര വംശനാശ ഭീഷണിയുള്ള ജീവികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നതുമായ ജീവികൾ. പരപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നതുമായ ജീവികൾ. പരപോഷികൾ. പരാദം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുകയും ഒന്നിനു ഗുണം മറ്റേതിനു ദോഷവുമായി മാറുന്ന ജീവിബന്ധം. പരാദജീവനം. പരാദം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുകയും ഒന്നിനു ഗുണവും മറ്റേതിനു ദോഷവുമായി മാറുന്ന ജീവിബന്ധം. പരാദജീവനം. റെഡ് ഡാറ്റ ബുക്കിലെ പച്ച നിറമുള്ള പേജുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും ഇപ്പോൾ അതിൽ നിന്നും കരകയറിയതുമായ ജീവികൾ. റെഡ് ഡാറ്റ ബുക്കിലെ പച്ച നിറമുള്ള പേജുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും ഇപ്പോൾ അതിൽ നിന്നും കരകയറിയതുമായ ജീവികൾ. ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ടാൻസ്ലി. ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ടാൻസ്ലി. ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതാര്? ഏണസ്റ്റ് ഹെക്കൽ. ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതാര്? ഏണസ്റ്റ് ഹെക്കൽ. ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൻ. ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൻ. ആവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകങ്ങൾക്ക് ഉദാഹരണം. പ്രകാശം, മണ്ണ്, ജലം. ആവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകങ്ങൾക്ക് ഉദാഹരണം. പ്രകാശം, മണ്ണ്, ജലം. ഫ്രൈഡേഴ്സ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക. ഗ്രേറ്റ തൻബർഗ്. ഫ്രൈഡേഴ്സ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക. ഗ്രേറ്റ തൻബർഗ്. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. ഇക്കോളജി. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. ഇക്കോളജി. കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടന. സേവ് സൈലന്റ് വാലി മൂവ്മെൻറ്റ്. കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടന. സേവ് സൈലന്റ് വാലി മൂവ്മെൻറ്റ്. കേരള ഗവൺമെൻറ്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി. കേരള ഗവൺമെൻറ്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി. സേവ് സൈലന്റ് വാലി പ്രക്ഷോഭത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? MGK മേനോൻ. സേവ് സൈലന്റ് വാലി പ്രക്ഷോഭത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? MGK മേനോൻ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കൾസൺ രചിച്ച പുസ്തകം. സൈലന്റ് സ്പ്രിംഗ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കൾസൺ രചിച്ച പുസ്തകം. സൈലന്റ് സ്പ്രിംഗ്. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം. 1972. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം. 1972.
ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതി. ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതി. ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു സംരക്ഷിക്കുന്ന രീതി. എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കു പുറത്തു സംരക്ഷിക്കുന്ന രീതി. എക്സിറ്റു കൺസർവേഷൻ. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? മെയ് 22. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതെങ്ങനെ? കമ്മ്യൂണിറ്റി റിസർവ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതെങ്ങനെ? കമ്മ്യൂണിറ്റി റിസർവ്. ആഹാരത്തിനായി സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികൾ. ഉപഭോക്താക്കൾ. ആഹാരത്തിനായി സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികൾ. ഉപഭോക്താക്കൾ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസ് ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്നതെങ്ങനെ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസ് ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്നതെങ്ങനെ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ലോകത്തെ ആകെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം? 36. ലോകത്തെ ആകെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം? 36. കേരളത്തിൽ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്? 4 എണ്ണം. കേരളത്തിൽ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്? 4. വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ എവിടെയാണ്? ന്യൂഡൽഹി. വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ ഓഫ് ഇന്ത്യ എവിടെയാണ്? ന്യൂഡൽഹി. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡെറാഡൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാൽ. സ്വപോഷികളായ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾ. സസ്യഭോജികൾ. സ്വപോഷികളായ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾ. സസ്യഭോജികൾ. ആഗോളതാപനം മൂലം ആദ്യമായി വംശനാശം സംഭവിച്ച ജീവിവർഗം. സ്വർണ്ണത്തവള. ആഗോളതാപനം മൂലം ആദ്യമായി വംശനാശം സംഭവിച്ച ജീവിവർഗം. സ്വർണ്ണത്തവള. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം? നെയ്റോബി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം? നെയ്റോബി. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നതെന്ന്? 2010 ഒക്ടോബർ 18. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നതെന്ന്? 2010 ഒക്ടോബർ 18. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരാൻ കാരണമായ നിയമം? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരാൻ കാരണമായ നിയമം? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. അപ്പിക്കോ മൂവ്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. അപ്പിക്കോ മൂവ്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. വനസംരക്ഷണത്തിനായി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. വനസംരക്ഷണത്തിനായി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? സുന്ദർലാൽ ബഹുഗുണ.
ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക. രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണത്തിൻ്റെ അവബോധമുണ്ടാക്കാൻ ആരംഭിച്ച പ്രസ്ഥാനം തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണത്തിൻ്റെ അവബോധമുണ്ടാക്കാൻ ആരംഭിച്ച പ്രസ്ഥാനം തരുൺ ഭാരത് സംഘ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എവിടെയാണ്? തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5. ബൈഷ്ണോയ് പ്രസ്ഥാനം ആരംഭിച്ച സന്യാസി സോംബാജി. ബൈഷ്ണോയ് പ്രസ്ഥാനം ആരംഭിച്ച സന്യാസി സോംബാജി. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പരിപാലിക്കുകയും വംശവർദ്ധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ സുവോളജിക്കൽ പാർക്കുകൾ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പരിപാലിക്കുകയും വംശവർദ്ധനയ്ക്കു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ സുവോളജിക്കൽ പാർക്കുകൾ. ഓസോൺ പാളിയുടെ നാശത്തിനു കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ നിലവിൽ വന്ന പ്രോട്ടോക്കോൾ മോൺട്രിയോൾ പ്രോട്ടോക്കോൾ. ഓസോൺ പാളിയുടെ നാശത്തിനു കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ നിലവിൽ വന്ന പ്രോട്ടോക്കോൾ മോൺട്രിയോൾ പ്രോട്ടോക്കോൾ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച സീബ്ര ഇനം ക്വാഗ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച സീബ്ര ഇനം ക്വാഗ. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക വാങ്കാരി മാതായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക വാങ്കാരി മാതായി. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.